ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് സ്നേഹം കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി അച്ഛൻ ഒന്ന് തടവണം, അത് കഴിഞ്ഞ് അച്ഛനെ കൊണ്ടൊന്ന് ആക്കണം. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അച്ഛൻ പോയി കഴിഞ്ഞാൽ മമ്മിയുടെ പിറകെയാണ് കേട്ടോ. രാവിലെ ഇവൻ എൻ്റെ കൈക്ക് കയറി പിടിച്ച് വീഡിയോ എടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവനെ അച്ഛൻ യോഗ ചെയ്തപ്പോഴേ വീഡിയോ എടുക്കണ്ട മമ്മി എന്ന് പറയും, കൈക്ക് കയറി ഒരു പിടുത്തം. ഞാൻ ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന് നിന്നെ തന്നെ പറഞ്ഞേ, നോക്കുന്ന കണ്ട. ചീകാൻ വന്നിരിക്കണം. ഒരു കൈയൊക്കെ പൊക്കിയാണ് ഇരിക്കുന്നത് ചീകാൻ. ഇന്ന് പേസ്റ്റ് ഇട്ട് പല്ല് തേക്കണം പോന്നെ, പേസ്റ്റ് ഇട്ടേ ഇന്ന് പല്ല് തേക്കണം പൊന്നിന്. കണ്ടോ, പൂജ ചെയ്യണ്ടേ? അച്ഛൻ വിട്ടിട്ട് പൂജാപാത്രങ്ങൾ ചെയ്യണം, പൂജ ചെയ്യണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം. ചാട്ടം കണ്ടില്ലേ? ശരി 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 പോയിട്ട് വാ. ശരി ശരി പോയിട്ട് വാ. ശരി. അവനെ ഒന്ന് പുറത്തേക്ക് അവൻ്റെ അച്ഛനെ വിടാൻ പോയി. അപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഷീറ്റൊക്കെ മാറ്റിയിട്ട് വേണം വിളക്ക് പാത്രമൊക്കെ കഴുകി വിളക്ക് തുടക്കാൻ പോകാൻ, വിളക്ക് കത്തിക്കാൻ പോവാണ് കേട്ടോ. എവിടെയാണ്? വന്നോ? മതി, അച്ഛൻ പോയി, നിങ്ങൾ കയറി പറഞ്ഞാൽ അനുസരിക്കും കേട്ടോ. കയറ്. അതേ കയറി. നല്ലവണ്ണം പറഞ്ഞാൽ അനുസരിക്കവൻ. ഇപ്പം ഇങ്ങോട്ട് വരും കേട്ടോ. കണ്ടോ? എന്നിട്ട് അതേ ഇത് കണ്ടോ? എന്നിട്ട് കോലായി നിന്നിട്ടൊരു ടാറ്റ പറച്ചിൽ. ഇത് സ്ഥിരം പതിവാണ്, ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം വിളിച്ചാൽ ഇങ്ങോട്ട് വരും കേട്ടോ. അനുസരണ ഭയങ്കരമാണ്. അച്ഛ പോയാ ടാറ്റ പറഞ്ഞാ? അപ്പോൾ അച്ഛക്ക് ടാറ്റ പറയുന്ന ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല വേണ്ട ടാറ്റ പറയേ. ദീപക്കനും അച്ഛക്കും ഇവിടുന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രമേ അവൻ ടാറ്റ പറയാത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടോ അച്ഛ. അപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ. അച്ഛനും പോകാനും മടിയാണ്, കൊടും ചൂടായിട്ടോ. അപ്പോൾ ഈ മാസം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തതിൻ്റെ മാസമൊക്കെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വരെ ഇവിടെ അത് തന്നെ വിയർപ്പിൻ്റെ ചൂടാണ് കേട്ടോ. ദേ അച്ഛ ടാറ്റ പറയടാ. ടാറ്റ എന്ന് പറഞ്ഞേ. ടാറ്റ പറ, നല്ല കാണിക്കാൻ പറ്റുള്ളൂ. ടാറ്റ പറ. അച്ഛൻ പോയി പെട്ടെന്നാട്ടെ പൊന്നാ. ടാറ്റ. ഒന്നും കൂടെ ടാറ്റ കൊടുത്തേ. എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കാണട്ടെ. ഒന്നും കൂടെ കൊടുത്തേ അച്ഛക്ക്. ടാറ്റ. കണ്ടില്ലേ? നല്ലോണം അതിങ്ങനെ കൈ ഇങ്ങനെ ആട്ടി ടാറ്റ പറയും കേട്ടോ. നമ്മൾ ഹായ് ചോദിക്കുമ്പോൾ ഇങ്ങനെ കൈ തരും, അല്ലെങ്കിൽ ആട്ടി ടാറ്റ പറയും. ഗുഡ് ബോയ് ആണ് മമ്മിയുടെ മോൻ. ഒന്നും കൂടെ കൊടുത്തേ. ടാറ്റ. കണ്ടല്ലോ? അയ്യോ കേട്ടാ മമ്മ, അവിടെ ചൂടടാ. ഷീറ്റ് മാറ്റിത്തരാം, എന്നിട്ട് കിടക്കാം കേട്ടാ. അപ്പോൾ ഇവൻ്റെ ചെറിയ തമാശകളും കളികളുമായിട്ടൊക്കെ ഡെയിലി ഞാൻ വരുന്നതാണ് കേട്ടോ. ഇവനെ ഇഷ്ടപ്പെടുന്ന കുറേ ഫാൻസ് ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വലിയ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ എങ്ങനത്തെ കണ്ടൻറ്റ് ഇല്ലാത്ത വീഡിയോസാണെങ്കിൽ കാണും. പക്ഷെ നമ്മളെപ്പോലെയുള്ളവർ കുറച്ച് പേര് ഡെയിലി കാണുന്നുള്ളവർ കാണും, അല്ലാത്തവർ ചിലപ്പോൾ കാണുന്നില്ല. അപ്പം ഞാൻ ഷീറ്റ് വിരിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് അവൻ താഴെ കിടക്കുന്നത്. ഷീറ്റ് വിരിച്ചാൽ ഇനി അല്ല. അപ്പോൾ ഒന്ന് ഷീറ്റ് വിരിക്കട്ടെ. ബാ വിരിച്ചു മമ്മി, ബാ പൊന്ന് കയറിക്കോ. ഇത് കണ്ടോ, കയറി കേട്ടോ. അപ്പം ഞാൻ തലേണി കുറേ ഇന്ന് മാറ്റുന്നില്ല. തലേണി കുറേ നല്ലതായിട്ടോ. അപ്പോൾ ഷീറ്റ് മാത്രമേ ഞാൻ മാറ്റിയുള്ളൂ. ഒന്ന് ഷീറ്റ് കഴുകുമ്പോൾ കൂടെ കഴുകാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, നമുക്ക് ലൈവിലൊന്നും ഇരിക്കേണ്ട മോനുള്ളതുകൊണ്ട് നമുക്ക് വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം എപ്പോഴെപ്പോഴും. അല്ലാതെ പണിയൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ. പിന്നെ ഹോട്ടലിലെ ഫുഡ് നമുക്കങ്ങനെ എപ്പോഴും പറ്റിയൊന്നുമില്ല. ഈ ചൂടത്ത് ഹോട്ടലിലെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് വയറ്റിനൊക്കെ കേട് വരും കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന, പിള്ളേരൊക്കെ എല്ലാ ടൈമിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തു വിടാനൊക്കെ നോക്കും. പ്രത്യേകിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ വന്ന് കിടക്കുന്ന അവനുള്ള ചോറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന. ഉച്ചയ്ക്ക് മാത്രമേ അവന് ചോറ് കൊടുക്കുള്ളൂ കേട്ടോ. രാത്രിയൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല. പെഡിഗ്രിയൊക്കെയാണ് കൊടുക്കുന്നത്, ചിക്കൻ പുഴുങ്ങിയതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ മോന് അച്ഛ പോയോണ്ടുള്ള വിഷമങ്ങളാണ് കേട്ടോ. ഭയങ്കര വിഷമമാണ്. അച്ഛൻ ഇരിക്കണം ഇങ്ങനെ തടവി അവനെ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവന് അച്ഛൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അച്ഛൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പിറകെ ഇരിക്കും. അച്ഛനുള്ളപ്പോൾ ഇങ്ങനെ AC ഒക്കെ ഇട്ട് കൊടുക്കാൻ പറയും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇരിക്കും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടു.
ഞാൻ എപ്പോഴും പറയുന്നതല്ല, പാവങ്ങളാട്ടോ, നമുക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ വിശ്വസിക്കാം കേട്ടോ. നമ്മൾക്ക് ഇവർക്ക് ചെയ്യുന്ന സേവനങ്ങളുണ്ടല്ലോ, മനുഷ്യരെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും ഇല്ല. നമ്മൾ ഇന്ന് കൊടുത്താൽ നാളെ മറക്കും, അത് പിന്നെ കൊടുത്തുകൊണ്ടിരിക്കണം, നാളെ എല്ലാം മറക്കും. എൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ ജീവിതത്തിലൊക്കെ അത് ഒത്തിരി ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലെന്ന് എൻ്റെ ഫാമിലിയുടെ ജീവിതത്തിലൊക്കെ അത് ഒത്തിരി ഉണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകൊണ്ടിരിക്കണം, കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് അവർ ഇവരെ നല്ലതായിട്ട് നോക്കിയിരുന്നുണ്ടല്ലോ, ഇവർ വാലെങ്കിലും ആട്ടും കേട്ടോ ഫ്രണ്ട്സ്. ഇവർക്ക് കൊടുക്കുന്ന ഇവർ നോക്കുമ്പോണ്ടല്ലോ, അവർ വാലെങ്കിലും ആട്ടും നമ്മളെ. സത്യമാണ്, നമ്മളെ കണ്ട വാലാട്ടും. അവർക്ക് കള്ളത്തരം അറിയത്തില്ല, സത്യസന്ധമായ കാര്യങ്ങളെ ഇവർക്ക് അറിയത്തുള്ളൂ. അതങ്ങനെയാണ് കേട്ടോ. ഇവരെ സ്നേഹിക്കുന്നവർക്ക്, പെറ്റിനെന്ന് ഇതുപോലെ സ്നേഹിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെ പെറ്റിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇവരെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവരെ വിടാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. എൻ്റെ മോഹം അവരുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ വീണു പോകും. വീണെന്നല്ല, നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്തും ഇവർ. ഞാനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മോൻ പാവമല്ലേ ഫ്രണ്ട്സ്, എൻ്റെ മോൻ സുന്ദരനല്ലേ, പാവമല്ലേ, ഇല്ലേ, പാവമാണ്. അടുക്കളയിലാട്ടോ, അപ്പം അതുകൊണ്ടാണ് ആ കിടക്കുന്നത്, എന്നെ കാണാൻ വേണ്ടിയാണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഇന്ന് വരെ ഇവനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട്, ഞങ്ങൾക്ക് വേറൊരു പെറ്റും ഉണ്ടായിരുന്നു, അതിനും ഞങ്ങൾ മീൻ കൊടുത്തിട്ടില്ല. ഇവന് ഇന്ന് വരെ, ഇവന് 5 വയസ്സായി കേട്ടോ. ഈ 5 കൊല്ലവും ഞങ്ങൾ മീൻ കൊടുത്തിട്ടേ ഇല്ല. കാരണം ഈ ഡോക്ടർ നമ്മൾ അന്ന് പറഞ്ഞ മീൻ കൊടുക്കുന്നത് ശരിയല്ല, ഇവർക്ക് ചെല്ല് പെട്ടെന്ന് കയറുമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ സ്കിൻ. അപ്പോൾ മീൻ ഞങ്ങൾ കൊടുത്തിട്ടേ ഇല്ല കേട്ടോ, ഇന്ന് വരെ മീൻ കൊടുത്തിട്ടില്ല. അവന് കൊടുക്കുന്ന ഒള്ളി ചിക്കൻ, മുട്ട, പെഡിഗ്രി, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പെഡിഗ്രി. അതായത് ഇവർ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ ചിലപ്പോൾ മടിക്കും, അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പെഡിഗ്രി ഉണ്ട്, അത് ഞാൻ വാങ്ങി വെക്കും ഇടയ്ക്ക്. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ചിക്കൻ്റെയും വെജിൻ്റെയും പെഡിഗ്രി മേടിച്ചു വെക്കും. പിന്നെ മുട്ട, പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്വീറ്റ് പൊട്ടറ്റ, മത്തങ്ങ, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ബ്രൊക്കോളി, ഇതൊക്കെ പുഴുങ്ങി ആണ് കൊടുക്കുന്നത്. പുഴുങ്ങി നമ്മുടെ ഫുഡിൻ്റെ കൂടെ കൊടുക്കും കേട്ടോ, അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇന്ന് വരെ ഞാൻ മീൻ കൊടുത്തിട്ടില്ല കേട്ടോ. ചേട്ടയെ വിട്ട് എല്ലാവരെയും വിടുന്നു. ചേട്ടാ ഇന്ന് ലേറ്റായി, ചെന്ന് നിൽക്കണം അവിടെ. അതെ, താഴേക്ക് പോകണ്ട കേട്ടാ, അവിടെ നിന്ന് നോക്കിയാൽ മതി, അവിടെ നിന്ന് നോക്കിയാൽ മതി. വാ, വെള്ളം എടുത്താടാ. പോയി, ചേട്ടൻ ലേറ്റായി പോയി, ചേട്ടൻ നോക്കൂല. വാ 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 വന്നോ. ചേട്ടാ, കൊച്ചനെ ഒന്ന് നോക്കിയിട്ട് പോടാ. ചേട്ടൻ ധൃതിയിലാണ് പോയി. ബാ ബാ ബാ. ചേട്ടൻ നേരത്തെ വന്ന് കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് കൊഞ്ചിച്ചിട്ടാണ് പോയത്, ഇപ്പം ധൃതിയായി, ചേട്ടൻ ലേറ്റായി. ചേട്ടൻ്റെ ബോസ് ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കണം. മഴക്കാറ് വരുന്നുണ്ടോ, ഒരു ഭയങ്കര ചൂട്. ഓ എൻ്റെ പൊന്നെ, അവിടെ ഒരു അപ്പൂപ്പൻ ചുവന്ന തുണിയായിട്ട് പോകുന്നു, അത് കണ്ടിട്ടാണ് ഈ കുരക്കുന്നത്. ചുവന്ന തുണി കണ്ടിട്ട് ദേ പോകുന്നു ചേട്ടൻ, ചേട്ടൻ പോകുന്നേ. ടാറ്റ പറഞ്ഞേ ബസ്. ചേട്ടൻ ബൈക്ക് അവിടെ വച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ, കുഞ്ഞു വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കടയിലും കൂടെ പോയിട്ട് വന്നു, മോള് ഇന്നൊന്ന് പുറത്ത് പോകാൻ പോകുന്നു. അപ്പോൾ മോൾക്ക് ഫ്ലൈറ്റ് 1 മണിക്കാണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു ചെറിയ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.